ഹലോ ഗൈസ്, ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരതത്തിന്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന അപൂർവമായ ചില സ്മരണാർത്ഥ നാണയങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ വിവിധ കാലഘട്ടങ്ങളിലായി പുറത്തിറങ്ങിയ ഈ 2 രൂപ നാണയങ്ങൾക്കെല്ലാം ഇന്ന് നാണയശേഖരകർക്കിടയിൽ വലിയ മൂല്യമാണുള്ളത്. ഇവയുടെ പ്രത്യേകതകളും ഇന്നത്തെ വിപണി വിലയും നമുക്കൊന്ന് പരിശോധിക്കാം. ദേശീയ ഒരുമ 2 രൂപ നാണയം. ഇന്ത്യയുടെ ഭൂപടവും അതിനുള്ളിൽ ദേശീയ പതാകയും ആലേഖനം ചെയ്ത ഈ 2 രൂപ നാണയം 2000-ലാണ് പുറത്തിറങ്ങിയത്. ഇതിന്റെ മുൻവശത്ത് ദേശീയ ചിഹ്നമായ അശോകസ്തംഭവും വിലയായ 2 എന്ന അക്കവും രേഖപ്പെടുത്തിയിരിക്കുന്നു. പിൻവശത്ത് ദേശീയ ഒരുമ എന്ന സന്ദേശം ഹിന്ദിയിലും ഇംഗ്ലീഷിലും കാണാം. രാജ്യത്തിന്റെ വൈവിധ്യവും അഖണ്ഡതയും ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് നാണയത്തിൽ ഇന്ത്യയുടെ ഭൂപടം ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള പ്രത്യേക ആകൃതിയിലുള്ള ഈ നാണയം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിച്ചത്. സാധാരണ നിലയിൽ വലിയ മൂല്യമില്ലെങ്കിലും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലുള്ള നാണയമാണെങ്കിൽ 10 മുതൽ 25 രൂപ വരെ വിപണിയിൽ ലഭിച്ചേക്കാം. ശ്യാമപ്രസാദ് മുഖർജി 2 രൂപ നാണയം. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2001-ലാണ് ഈ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ മുൻവശത്ത് അശോകസ്തംഭവും വിലയായ 2 എന്ന അക്കവും കാണാം. ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പോരാടിയ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഈ ചിത്രം നാണയത്തിൽ ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയത്തിന് നിലവിൽ നല്ല ഡിമാൻഡുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 15 മുതൽ 25 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലുള്ള നാണയമാണെങ്കിൽ 80 രൂപ മുതൽ 100 രൂപ വരെയും വിപണിയിൽ ലഭിച്ചേക്കാം. അഗ്രി എക്സ്പോ 95 2 രൂപ നാണയം. ഇന്ത്യൻ കൃഷിയെ ആഗോളതലത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി 1995-ലാണ് അഗ്രി എക്സ്പോ 95 എന്ന ഈ സ്മരണാർത്ഥ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് കാളയുടെ തലയും ഇരുവശത്തുമായി ധാന്യക്കതിരുകളും കൃഷി ഉപകരണങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നു. നമ്മുടെ കർഷകരുടെ പ്രാധാന്യവും കാർഷിക പുരോഗതിയും വിളംബരം ചെയ്യാനാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയത്തിന് ഇന്ന് വിപണിയിൽ നല്ല ഡിമാൻഡുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 20 രൂപ മുതൽ 50 രൂപ വരെയും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ UNC കണ്ടീഷനിലാണെങ്കിൽ 300 രൂപ മുതൽ 500 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. സർദാർ വല്ലഭായ് പട്ടേൽ 2 രൂപ നാണയം. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിനോടുള്ള ആദരസൂചകമായി 1996-ലാണ് ഈ നാണയം പുറത്തിറങ്ങിയത്. ഭാരതത്തിന്റെ ഏകീകരണത്തിനായി അദ്ദേഹം നൽകിയ മഹത്തായ സംഭാവനകളെ സ്മരിക്കാനാണ് നാണയത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയത്. കോപ്പർ നിക്കൽ ലോഹത്തിൽ നിർമ്മിച്ച 11 വശങ്ങളുള്ള ഈ നാണയം ഇന്ന് ശേഖരിക്കാൻ ഏറെ ആളുകളുണ്ട്. സാധാരണ നിലയിൽ ഇതിന് 10 മുതൽ 25 രൂപ വരെയും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ UNC കണ്ടീഷനിലാണെങ്കിൽ 150 രൂപ മുതൽ 250 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. വേൾഡ് ഫുഡ് ഡേ 2 രൂപ നാണയം. ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് 1993-ലാണ് ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് കുന്നുകളും പുഴയും മരങ്ങളും സൂര്യനും അടങ്ങുന്ന പ്രകൃതി ഭംഗിയോടൊപ്പം വേൾഡ് ഫുഡ് ഡേ എന്ന സന്ദേശവും കാണാം. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചും അവബോധം നൽകാനാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയം ഇന്ന് കളക്ടർമാർക്കിടയിൽ വലിയ പ്രിയമുള്ള ഒന്നാണ്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 20 മുതൽ 50 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 500 രൂപ മുതൽ 800 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. സുഭാഷ് ചന്ദ്രബോസ് 2 രൂപ നാണയം. സുഭാഷ് ചന്ദ്രബോസിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1997-ലാണ് ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് സൈനിക വേഷത്തിലുള്ള അദ്ദേഹത്തിന്റെ ചിത്രവും സുഭാഷ് ചന്ദ്രബോസ് ജന്മശതാബ്ദി എന്ന എഴുത്തും കാണാം. സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം നൽകിയ മഹത്തായ സംഭാവനകളെ ആദരിക്കാനാണ് ഈ ചിത്രം നാണയത്തിൽ ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയം ഇന്ന് ശേഖരിക്കാൻ ഏറെ ആളുകളുണ്ട്. സാധാരണ നിലയിൽ ഇതിന് 20 മുതൽ 50 രൂപ വരെയും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 150 രൂപ മുതൽ 400 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. ഇന്ത്യൻ റെയിൽവേ 2 രൂപ നാണയം. ഇന്ത്യൻ റെയിൽവേയുടെ 150ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി 2003-ലാണ് ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് റെയിൽവേയുടെ ഔദ്യോഗിക ചിഹ്നമായ ഭോലു എന്ന ആനക്കുട്ടി കയ്യിൽ വിളക്കേന്തി നിൽക്കുന്ന ചിത്രം കാണാം. റെയിൽവേയുടെ സേവനത്തെയും പാരമ്പര്യത്തെയും ആദരിക്കാനാണ് ഈ പ്രത്യേക ചിത്രം ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയത്തിന് നിലവിൽ വിപണിയിൽ നല്ല മൂല്യമുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 20 മുതൽ 50 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 200 രൂപ മുതൽ 500 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. സന്ത് തുക്കാറാം 2 രൂപ നാണയം. മഹാരാഷ്ട്രയിലെ പ്രശസ്തനായ ഭക്തകവി സന്ത് തുക്കാറാമിനോടുള്ള ആദരസൂചകമായി 2002-ലാണ് ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് തമ്പുരുമീട്ടിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രവും ഭക്തി ശക്തി ജാഗൃതി എന്ന സന്ദേശവും കാണാം. അദ്ദേഹത്തിന്റെ ആത്മീയ സംഭാവനകളെയും സന്ദേശങ്ങളെയും സ്മരിക്കാനാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയത്.
11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയത്തിന് ഇന്ന് വിപണിയിൽ നല്ല മൂല്യമുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 20 മുതൽ 50 രൂപ വരെയും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ UNC കണ്ടീഷനിലാണെങ്കിൽ 400 രൂപ മുതൽ 800 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് 2 രൂപ നാണയം. ബംഗാളിന്റെ പ്രിയ നേതാവ് ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിനോടുള്ള ആദരസൂചകമായി 1998 ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് കണ്ണട ധരിച്ച അദ്ദേഹത്തിന്റെ ചിത്രവും ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് എന്ന പേരും 1870 മുതൽ 1925 വരെ എന്ന കാലയളവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിലെ അദ്ദേഹത്തിന്റെ സജീവമായ പങ്കാളിത്തത്തെ സ്മരിക്കാനാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയം ഇന്ന് ശേഖരിക്കാൻ ഏറെ ആളുകളുണ്ട്. സാധാരണ നിലയിൽ ഇതിന് 15 മുതൽ 25 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 150 രൂപ മുതൽ 300 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. ഹാപ്പി ഫാമിലി 2 രൂപ നാണയം. ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ചും ആസൂത്രിത കുടുംബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം നൽകാനായി 1993 ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് അച്ഛനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ചിത്രവും ചെറിയ കുടുംബം സന്തോഷ കുടുംബം എന്ന സന്ദേശവും കാണാം. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഡിസൈൻ തെരഞ്ഞെടുത്തത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയത്തിന് ഇന്ന് വിപണിയിൽ നല്ല ഡിമാൻഡുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 20 മുതൽ 50 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 300 രൂപ മുതൽ 500 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. ഛത്രപതി ശിവാജി 2 രൂപ നാണയം. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനും ധീരനായ പോരാളിയുമായ ഛത്രപതി ശിവാജി മഹാരാജിനോടുള്ള ആദരസൂചകമായി 1999 ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് കിരീടം ധരിച്ച അദ്ദേഹത്തിന്റെ ചിത്രവും ഛത്രപതി ശിവാജി എന്ന പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യത്തെയും പോരാട്ടവീര്യത്തെയും സ്മരിക്കാനാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയത്തിന് ഇന്ന് വലിയ വിപണി മൂല്യമുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 50 രൂപ മുതൽ 100 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 800 രൂപ മുതൽ 1200 രൂപ വരെയും ലഭിക്കാൻ സാധ്യതയുണ്ട്. വേൾഡ് ഫുഡ് ഡേ 2 രൂപ നാണയം. ഭക്ഷ്യസുരക്ഷയിൽ ജലത്തിനുള്ള പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് 1994 ജലം ജീവാമൃതം എന്ന സന്ദേശത്തോടെ ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് വെള്ളത്തുള്ളിയുടെ ചിത്രവും താഴെ തിരമാലകളും ആലേഖനം ചെയ്തിരിക്കുന്നു. ജലസംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം നൽകാനാണ് ഈ ലളിതമായ ഡിസൈൻ തിരഞ്ഞെടുത്തത്. 11 വശങ്ങളുള്ള ഈ കോപ്പർ നിക്കൽ നാണയത്തിന് ഇന്ന് വിപണിയിൽ നല്ല മൂല്യമുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 20 മുതൽ 50 രൂപ വരെയും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ UNC കണ്ടീഷനിലാണെങ്കിൽ 500 രൂപ മുതൽ 800 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി 2 രൂപ നാണയം. ഭാരതത്തിന്റെ വൈവിധ്യത്തെയും ഐക്യത്തെയും സൂചിപ്പിക്കുന്നതിനായി 2005 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ 2 രൂപ നാണയങ്ങൾ പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് 4 ഭാഗങ്ങളിലായി 4 ഡോട്ടുകളുള്ള ഒരു ക്രോസ് ചിഹ്നം കാണാം. ഇതിന്റെ പ്രത്യേക ഡിസൈൻ കാരണം ഇതിനെ ക്രോസ് കോയിൻ എന്നും വിളിക്കാറുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ലോഹത്തിൽ നിർമ്മിച്ച ഈ നാണയങ്ങളിൽ 2005 നാണയത്തിന് UNC കണ്ടീഷനിൽ 250 രൂപ വരെ ലഭിക്കുമ്പോൾ 2006-2007 വർഷങ്ങളിലെ നാണയങ്ങൾക്ക് ഏകദേശം 50 രൂപ മുതൽ 100 രൂപ വരെ വിപണി മൂല്യം ലഭിക്കാറുണ്ട്. സാധാരണ ഉപയോഗത്തിലുള്ള നാണയമാണെങ്കിൽ ഇവയ്ക്ക് 5 മുതൽ 10 രൂപ വരെ മാത്രമേ മൂല്യം ലഭിക്കുകയുള്ളൂ. ആസാദി കാ അമൃത് മഹോത്സവ് 2 രൂപ നാണയം. ഭാരതത്തിന്റെ 75ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 2021 ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഔദ്യോഗിക ലോഗോയും ഇന്ത്യയുടെ 75ാം വർഷത്തെ സൂചിപ്പിക്കുന്ന 75th ഇയർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന എഴുത്തും കാണാം. രാജ്യത്തിന്റെ ഐക്യത്തെയും പുരോഗതിയെയും ആഘോഷിക്കാനാണ് ഈ പ്രത്യേക ഡിസൈൻ ഉൾപ്പെടുത്തിയത്. ഫെറിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലോഹത്തിൽ നിർമ്മിച്ച വട്ടത്തിലുള്ള ഈ നാണയം ഇപ്പോൾ വിപണിയിൽ ധാരാളമായി ലഭ്യമാണ്. സാധാരണ നിലയിൽ ഇതിന് 2 രൂപ തന്നെയാണ് വിലയെങ്കിലും തിളക്കമുള്ള പുതിയ UNC കണ്ടീഷനിലുള്ള നാണയങ്ങൾക്ക് ശേഖരണ മൂല്യം കണക്കിലെടുത്ത് 10 രൂപ മുതൽ 20 രൂപ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. 2 വിരലുകളുടെ മുദ്രയുള്ള 2 രൂപ നാണയം. ഇന്ത്യൻ നാണയങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി 2011 ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പിൻവശത്ത് 2 വിരലുകൾ ഉയർത്തി കാണിക്കുന്ന രീതിയിലുള്ള ഒരു മുദ്ര ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇത് ഭാരതനാട്യത്തിലെ ഒരു മുദ്രയെയാണ് സൂചിപ്പിക്കുന്നത്. കാഴ്ചശക്തി ഇല്ലാത്തവർക്കും സ്പർശനത്തിലൂടെ നാണയത്തിന്റെ മൂല്യം എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്തരമൊരു ഡിസൈൻ കൊണ്ടുവന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ലോഹത്തിൽ നിർമ്മിച്ച ഈ നാണയത്തിന് നിലവിൽ വിപണിയിൽ വലിയ മൂല്യമില്ല. സാധാരണയായി ഇതിന് 2 രൂപ തന്നെയാണ് വിലയെങ്കിലും വളരെ നല്ല UNC കണ്ടീഷനിലാണെങ്കിൽ 10 രൂപ മുതൽ 15 രൂപ വരെ ലഭിച്ചേക്കാം. ലൂയി ബ്രെയിലി 2 രൂപ നാണയം. അന്ധരായവർക്ക് വായനയുടെ ലോകം തുറന്നു നൽകിയ ലൂയി ബ്രെയിലിന്റെ 200ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2009 ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്.
ഇതിന്റെ പിൻവശത്ത് അദ്ദേഹത്തിന്റെ ചിത്രവും അതിനു താഴെയായി ബ്രെയിൻ ലിപിയിൽ അദ്ദേഹത്തിന്റെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള അന്ധർക്ക് അദ്ദേഹം നൽകിയ മഹത്തായ സേവനത്തെ ആദരിക്കാനാണ് ഈ പ്രത്യേക നാണയം പുറത്തിറക്കിയത്. ഫെറിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലോഹത്തിൽ നിർമ്മിച്ച ഈ നാണയത്തിന് ഇന്ന് വിപണിയിൽ നല്ല മൂല്യമുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 10 രൂപ മുതൽ 25 രൂപ വരെയും ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ UNC കണ്ടീഷനിലാണെങ്കിൽ 100 രൂപ മുതൽ 200 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. രൂപ ചിഹ്നമുള്ള 2 രൂപ നാണയം. ഇന്ത്യൻ രൂപയുടെ പുതിയ ഔദ്യോഗിക ചിഹ്നത്തോടുകൂടി 2011 മുതലാണ് ഈ 2 രൂപ നാണയങ്ങൾ പ്രചാരത്തിൽ വന്നത്. ഇതിന്റെ പിൻവശത്ത് നടുവിലായി വലിയ അക്കത്തിൽ 2 എന്നും അതിനു മുകളിൽ രൂപയുടെ ചിഹ്നവും കാണാം. നാണയത്തിന്റെ ഇരുവശത്തുമായി 2 താമരപ്പൂക്കളുടെ ഡിസൈൻ നൽകിയിട്ടുണ്ട്. ഭാരതത്തിന്റെ ദേശീയ പുഷ്പമായ താമര ഉൾപ്പെടുത്തിയത് ഇതിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഫെറിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലോഹത്തിൽ നിർമ്മിച്ച ഈ നാണയങ്ങൾ ഇന്നും വിപണിയിൽ ധാരാളമായി ഉപയോഗത്തിലുണ്ട്. ഇവയ്ക്ക് സാധാരണയായി 2 രൂപ തന്നെയാണ് മൂല്യം. എന്നാൽ ഒട്ടും ഉപയോഗിക്കാത്ത പുത്തൻ UNC കണ്ടീഷനിലുള്ള ചില പ്രത്യേക വർഷങ്ങളിലെ നാണയങ്ങൾക്ക് 5 രൂപ മുതൽ 10 രൂപ വരെ ശേഖരണ മൂല്യം ലഭിച്ചേക്കാം. കോമൺവെൽത്ത് ഗെയിംസ് 2 രൂപ നാണയം. ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിച്ച 19ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ സ്മരണാർത്ഥം 2010ലാണ് ഈ 2 രൂപ നാണയം പുറത്തിറങ്ങിയത്. ഇതിന്റെ പിൻവശത്ത് ഗെയിംസിന്റെ ഔദ്യോഗിക ലോഗോയും ഡൽഹി 2010 എന്ന എഴുത്തും കാണാം. കായിക രംഗത്തെ ഇന്ത്യയുടെ മുന്നേറ്റത്തെ അടയാളപ്പെടുത്താനാണ് ഈ നാണയം നിർമ്മിച്ചത്. ഫെറിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലോഹത്തിൽ നിർമ്മിച്ച ഈ നാണയത്തിന് ഇന്ന് ശേഖരണ മൂല്യമുണ്ട്. സാധാരണ കണ്ടീഷനിലുള്ളവയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വരെയും പുത്തൻ തിളക്കമുള്ള UNC കണ്ടീഷനിലാണെങ്കിൽ 50 രൂപ മുതൽ 100 രൂപ വരെയും വിപണി മൂല്യം ലഭിച്ചേക്കാം. 1 രൂപ നാണയം. ഭാരത സർക്കാർ 1989 പുറത്തിറക്കിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള 1 രൂപ നാണയം അതിന്റെ സവിശേഷമായ രൂപകൽപ്പനയാൽ ഏറെ ശ്രദ്ധേയമാണ്. ഫെറിറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന പ്രത്യേക ലോഹക്കൂട്ടിൽ നിർമ്മിച്ച ഈ നാണയത്തിന് കൃത്യമായി 4.85 ഗ്രാം ഭാരവും 26 മില്ലിമീറ്റർ വ്യാസവുമുണ്ട്. നാണയത്തിന്റെ മുൻവശത്ത് ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നമായ അശോക സ്തംഭവും അതിന് തൊട്ടു താഴെയായി സത്യമേവ ജയതേ എന്ന ആപ്തവാക്യവും വളരെ വ്യക്തമായി കൊത്തിവെച്ചിട്ടുണ്ട്. അശോക സ്തംഭത്തിന് ഇരുവശങ്ങളിലുമായി ഹിന്ദിയിൽ ഭാരത് എന്നും ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. നാണയത്തിന്റെ പിൻഭാഗം പരിശോധിച്ചാൽ ഇന്ത്യയുടെ കാർഷിക പാരമ്പര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി 2 ഗോതമ്പ് കതിരുകൾക്ക് നടുവിലായി 1 എന്ന അക്കം വളരെ വലുതായി നൽകിയിട്ടുണ്ട്. ഈ അക്കത്തിന് മുകളിലായി ഹിന്ദിയിൽ രൂപയ എന്നും താഴെയായി ഇംഗ്ലീഷിൽ റുപ്പി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. നാണയത്തിന്റെ ഏറ്റവും താഴെയായി ഇത് നിർമ്മിക്കപ്പെട്ട വർഷമായ 1989 എന്ന് കൃത്യമായി പതിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വലിയ തോതിൽ അച്ചടിക്കപ്പെട്ട നാണയമാണ് ഇത് എന്നതിനാൽ തന്നെ അക്കാലത്ത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് ഒരുപോലെ വിനിമയത്തിന് ലഭ്യമായിരുന്നു. ഉറപ്പുള്ള ലോഹത്തിൽ നിർമ്മിച്ചതിനാലും ലളിതവും എന്നാൽ മനോഹരവുമായ രൂപകൽപ്പനയായതിനാലും ഈ നാണയം ദീർഘകാലം തേയ്മാനം സംഭവിക്കാതെ നിലനിൽക്കുന്നു. 80കളുടെ അവസാനം ജനങ്ങൾക്കിടയിൽ വ്യാപകമായി വിനിമയം ചെയ്യപ്പെട്ടിരുന്ന ഈ നാണയം അതിന്റെ കൃത്യമായ അളവുകൾ കൊണ്ടും അക്ഷരങ്ങളുടെയും ചിത്രങ്ങളുടെയും ക്രമീകരണം കൊണ്ടും ഇന്നും തിരിച്ചറിയപ്പെടുന്നു. 1 രൂപ നാണയം. ഭാരത സർക്കാർ 1976 പുറത്തിറക്കിയ ഈ 1 രൂപ നാണയം കോപ്പർ നിക്കൽ ലോഹക്കൂട്ടിൽ നിർമ്മിച്ചതാണ്. ഏകദേശം 8 ഗ്രാം ഭാരവും 28 മില്ലിമീറ്റർ വ്യാസവുമുള്ള ഈ നാണയം സ്റ്റീൽ നാണയങ്ങളെ അപേക്ഷിച്ച് വലിപ്പമേറിയതും ഭാരമുള്ളതുമാണ്. നാണയത്തിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭവും അതിന് ഇരുവശങ്ങളിലുമായി ഹിന്ദിയിൽ ഭാരത് എന്നും ഇംഗ്ലീഷിൽ ഇന്ത്യ എന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തംഭത്തിന് താഴെയായി ധർമ്മചക്രവും കാണാം. നാണയത്തിന്റെ മറ്റൊരു വശത്ത് ഇന്ത്യയുടെ കാർഷിക പശ്ചാത്തലം വ്യക്തമാക്കിക്കൊണ്ട് 2 വലിയ ധാന്യക്കതിരുകൾക്ക് നടുവിലായി 1 എന്ന അക്കം വലുതായി നൽകിയിരിക്കുന്നു. ഇതിന് താഴെയായി ഇത് നിർമ്മിക്കപ്പെട്ട വർഷമായ 1976 എന്ന് കൃത്യമായി പതിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വലിയ തോതിൽ അച്ചടിക്കപ്പെട്ട നാണയമാണ് ഇത് എന്നതിനാൽ തന്നെ അക്കാലത്ത് വിനിമയത്തിനായി ഈ നാണയം ധാരാളമായി ഇറക്കിയിരുന്നു. ഈ നാണയത്തിന്റെ ഇന്നത്തെ മൂല്യം പരിശോധിച്ചാൽ സാധാരണ ഉപയോഗത്തിലുള്ള നാണയങ്ങൾക്ക് വിപണിയിൽ ഏകദേശം 5 രൂപ മുതൽ 15 രൂപ വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഒട്ടും തേയ്മാനം സംഭവിക്കാത്ത പുത്തൻ അവസ്ഥയിലുള്ള അഥവാ UNC കണ്ടീഷനിലുള്ള നാണയമാണെങ്കിൽ ശേഖരിക്കുന്നവർക്കിടയിൽ ഇതിന് 50 രൂപ മുതൽ 100 രൂപ വരെ മൂല്യം ലഭിക്കാറുണ്ട്. കാലക്രമേണ കനമേറിയ ഇത്തരം നാണയങ്ങൾ വിപണിയിൽ നിന്ന് പിൻവാങ്ങിയെങ്കിലും പഴയകാല നാണയശേഖരങ്ങളിൽ പ്രധാനിയായി ഈ 1 രൂപ നാണയം ഇന്നും നിലകൊള്ളുന്നു. ലളിതമായ രൂപകൽപ്പനയും അക്ഷരങ്ങളുടെ വ്യക്തതയും ഈ നാണയത്തെ ഇന്നും വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ചാച്ചാജി സ്മരണിക നാണയം. ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1989 പുറത്തിറക്കിയ പ്രത്യേക നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് നെഹ്റുവിന്റെ വലതുവശം തിരിഞ്ഞു നിൽക്കുന്ന ചിത്രവും ജവഹർലാൽ നെഹ്റു സെന്റിനറി എന്ന ഇംഗ്ലീഷ് എഴുത്തും കാണാം. ഏകദേശം 6 ഗ്രാം ഭാരമുള്ള ഇത് ചെമ്പും നിക്കലും ചേർന്ന കോപ്പർ നിക്കൽ ലോഹക്കൂട്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉയർന്ന നിലവാരമുള്ള ഈ ലോഹക്കൂട്ട് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ദശാബ്ദങ്ങൾ പിന്നിട്ടിട്ടും ഇവ തുരുമ്പിനെ പ്രതിരോധിച്ചു നല്ല തെളിമയോടെ ഇരിക്കുന്നു. വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച്
25 മുതൽ 100 രൂപ വരെ മൂല്യം ലഭിക്കുന്നു. നൈപുണ്യത്തോടെ നിർമ്മിക്കപ്പെട്ടതും ഏറെ പ്രാധാന്യമുള്ളതുമായ ചരിത്രപരമായ ഒരു നാണയമാണ് ഇത്. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1990 പുറത്തിറക്കിയ പ്രത്യേക ഒരു രൂപയാണിത്. ഇതിന്റെ ഒരു വശത്ത് അംബേദ്കറുടെ മനോഹരമായ ചിത്രവും മറുവശത്ത് അശോകസ്തംഭവും ആലേഖനം ചെയ്തിരിക്കുന്നു. ചെമ്പും നിക്കലും ചേർന്ന ലോഹക്കൂട്ടിൽ കോപ്പർ നിക്കൽ നിർമ്മിച്ച ഇതിന് കൃത്യം 6 ഗ്രാം ഭാരവും 26 മില്ലിമീറ്റർ വ്യാസവുമുണ്ട്. മുംബൈ, ഹൈദരാബാദ് എന്നീ ടങ്കശാലകളിൽ മിൻസ് നിന്നാണ് പ്രധാനമായും ഇവ പുറത്തിറങ്ങിയത്. നിലവിൽ സാധാരണ ഉപയോഗത്തിലുള്ളവയ്ക്ക് 25 രൂപ മുതൽ 100 രൂപ വരെ വിപണി മൂല്യം ലഭിക്കാറുണ്ട്. എങ്കിലും വർഷത്തിന് താഴെ നക്ഷത്ര ചിഹ്നമുള്ള ഹൈദരാബാദ് പതിപ്പുകൾക്കും വളരെ മികച്ച ഗുണനിലവാരമുള്ളവയ്ക്കും UNC നാണയ ശേഖർത്താക്കൾക്കിടയിൽ ഉയർന്ന വില ലഭിക്കാൻ സാധ്യതയുള്ള അപൂർവമായ ഒരു നാണയം. യുവജന നായകന്റെ സ്മരണിക നാണയം. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ വിയോഗത്തിനു പിന്നാലെ 1991 അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി റിസർവ് ബാങ്ക് പുറത്തിറക്കിയ സ്മാരക നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് അദ്ദേഹത്തിന്റെ ചിത്രവും മറുവശത്ത് അശോകസ്തംഭവും ആലേഖനം ചെയ്തിരിക്കുന്നു. ചെമ്പും നിക്കലും ചേർന്ന ലോഹക്കൂട്ടിൽ കോപ്പർ നിക്കൽ നിർമ്മിച്ച ഇതിന് 6 ഗ്രാം ഭാരവും 26 മില്ലിമീറ്റർ വ്യാസവുമാണുള്ളത്. മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നീ 3 പ്രധാന മിന്റുകളിൽ നിന്നാണ് ഇവ വിപണിയിലെത്തിയത്. നിലവിൽ ശേഖർത്താക്കൾക്കിടയിൽ ഇതിന് 20 രൂപ മുതൽ 100 രൂപ വരെ വില ലഭിക്കാറുണ്ട്. എങ്കിലും മിന്റ് മാർക്കുകൾ വ്യക്തമായതും തിളക്കം നഷ്ടപ്പെടാത്തതുമായ ONC ശേഖരങ്ങൾക്കൊപ്പം അപൂർവമായ ഹൈദരാബാദ് മിന്റ് പതിപ്പുകൾക്കും ഉയർന്ന മൂല്യം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നാണയം. കർഷക സ്മരണിക നാണയം. ഇന്ത്യൻ കാർഷിക മേഖലയെയും അധ്വാനിക്കുന്ന കർഷകരെയും ആദരിക്കുന്നതിനായി 1987 പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് 2 പേർ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിത്രവും മുകളിലായി ധാന്യക്കതിരിന്റെ മുദ്രയും സ്മോൾ ഫാമേഴ്സ് എന്ന ഇംഗ്ലീഷ് എഴുത്തും കാണാം. ഏകദേശം 6 ഗ്രാം ഭാരമുള്ള ഇത് ബോംബെ, കൽക്കട്ട എന്നീ ടങ്കശാലകളിൽ നിന്നാണ് പ്രധാനമായും വിതരണത്തിനെത്തിയത്. നിലവിൽ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 25 മുതൽ 100 വരെ മൂല്യം ലഭിക്കുന്നു. അപൂർവമായ മിന്റ് അടയാളങ്ങളുള്ളവയ്ക്കും പുതിയതുപോലെ നല്ല തിളക്കമുള്ളവയ്ക്കും ONC ഉയർന്ന തുക ലഭിക്കാൻ സാധ്യതയുള്ള ചരിത്രപരമായ ഒരു നാണയം. ദിന സ്മരണിക നാണയം. ഭക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതിനായി 1990 ഒക്ടോബർ 16 റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പ്രത്യേക നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് ധാന്യക്കതിരുകളും കാർഷിക ചക്രവും ആലേഖനം ചെയ്തിരിക്കുന്നതിനൊപ്പം ഫുഡ് ഫോർ ദി ഫ്യൂച്ചർ എന്ന ഇംഗ്ലീഷ് വാചകവും കാണാം. ഏകദേശം 6 ഗ്രാം ഭാരമുള്ള ഇത് ബോംബെ, ഹൈദരാബാദ് എന്നീ ടങ്കശാലകളിൽ നിന്നാണ് നിർമ്മിക്കപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള FAO എന്ന സംഘടനയുടെ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ സ്മാരക പതിപ്പ് വിനിമയത്തിന് എത്തിയത്. നിലവിൽ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 25 മുതൽ 100 വരെ മൂല്യം ലഭിക്കുന്നു. അപൂർവമായ മിന്റ് അടയാളങ്ങളുള്ളവയ്ക്കും പുതിയതുപോലെ നല്ല തിളക്കമുള്ളവയ്ക്കും ശേഖരണ വിപണിയിൽ ഉയർന്ന തുക ലഭിക്കാൻ സാധ്യതയുള്ള ചരിത്രപരമായ ഒരു നാണയം. മഴാശ്രിത കൃഷി സ്മരണിക നാണയം. ഭാരതത്തിലെ കാർഷിക വൈവിധ്യത്തെയും മഴയെ ആശ്രയിച്ചുള്ള കൃഷിരീതികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1988 റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പ്രത്യേക നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് സൂര്യകാന്തി പൂക്കളേന്തിയ കർഷക സ്ത്രീയുടെയും പശ്ചാത്തലത്തിൽ മഴമേഘങ്ങളുടെയും മനോഹരമായ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. ഏകദേശം 6 ഗ്രാം ഭാരമുള്ള ഇത് ബോംബെ, കൽക്കട്ട എന്നീ ടങ്കശാലകളിൽ നിന്നാണ് നിർമ്മിക്കപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള FAO എന്ന സംഘടനയുടെ ആഗോള ഭക്ഷ്യദിന പരിപാടികളുടെ 8ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പതിപ്പ് വിനിമയത്തിന് എത്തിയത്. നിലവിൽ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 25 മുതൽ 100 വരെ മൂല്യം ലഭിക്കുന്നു. അപൂർവമായ മിന്റ് അടയാളങ്ങളുള്ളവയ്ക്കും പുതിയതുപോലെ നല്ല തിളക്കമുള്ളവയ്ക്കും ശേഖരണ വിപണിയിൽ ഉയർന്ന തുക ലഭിക്കാൻ സാധ്യതയുള്ള ചരിത്രപരമായ ഒരു നാണയം. ശിശു വികസന സേവന സ്മരണിക നാണയം. രാജ്യത്തെ കുട്ടികളുടെയും അമ്മമാരുടെയും ക്ഷേമത്തിനായി ആരംഭിച്ച ICDS പദ്ധതിയുടെ 15 വർഷങ്ങൾ പൂർത്തിയായതിന്റെ ഭാഗമായി 1990 റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പ്രത്യേക നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് ഒരു അമ്മ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മനോഹരമായ ലോഗോയും 15 ഇയേഴ്സ് ഓഫ് ICDS എന്ന ഇംഗ്ലീഷ് എഴുത്തും കാണാം. ഏകദേശം 6 ഗ്രാം ഭാരമുള്ള ഇത് ബോംബെ, ഹൈദരാബാദ് എന്നീ ടങ്കശാലകളിൽ നിന്നാണ് പ്രധാനമായും നിർമ്മിക്കപ്പെട്ടത്. വസുധൈവ കുടുംബകം എന്ന സന്ദേശവും ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. നിലവിൽ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 25 മുതൽ 100 വരെ മൂല്യം ലഭിക്കുന്നു. അപൂർവമായ മിന്റ് അടയാളങ്ങളുള്ളവയ്ക്കും പുതിയതുപോലെ നല്ല തിളക്കമുള്ളവയ്ക്കും ശേഖരണ വിപണിയിൽ ഉയർന്ന തുക ലഭിക്കാൻ സാധ്യതയുള്ള ചരിത്രപരമായ ഒരു നാണയം. പരിസ്ഥിതി സൗഹൃദ സ്മരണിക നാണയം. ഭക്ഷണ ഉൽപാദനവും പ്രകൃതി സംരക്ഷണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി 1989 പുറത്തിറക്കിയ പ്രത്യേക നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് ഉദിച്ചുയരുന്ന സൂര്യനും ധാന്യക്കതിരുകളും മേഘങ്ങളും ഉൾപ്പെട്ട മനോഹരമായ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. ഏകദേശം 6 ഗ്രാം ഭാരമുള്ള ഇത് ബോംബെ, ഹൈദരാബാദ് എന്നീ ടങ്കശാലകളിൽ നിന്നാണ് വിനിമയത്തിനെത്തിയത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള FAO എന്ന സംഘടനയുടെ ആഗോള ഭക്ഷ്യദിന പരിപാടികളുടെ 9ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പതിപ്പ് പുറത്തിറങ്ങിയത്.
നിലവിൽ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 25 മുതൽ 100 വരെ മൂല്യം ലഭിക്കുന്നു. അപൂർവമായ മിന്റ് അടയാളങ്ങളുള്ളവയ്ക്കും പുതിയതുപോലെ നല്ല തിളക്കമുള്ളവയ്ക്കും ശേഖരണ വിപണിയിൽ ഉയർന്ന തുക ലഭിക്കാൻ സാധ്യതയുള്ളതും ഏറെ പ്രാധാന്യമുള്ളതുമായ ചരിത്രപരമായ ഒരു നാണയമാണ് ഇത്. അലുമിനിയം 20 പൈസ നാണയം. ഭാരതത്തിലെ സാധാരണക്കാരുടെ നിത്യജീവിതത്തിലെ ചെറിയ ഇടപാടുകൾക്കായി 1982 മുതൽ 1997 വരെ പുറത്തിറക്കിയ 6 വശങ്ങളുള്ള ഹെക്സാഗോണൽ ആകൃതിയിലുള്ള പ്രത്യേക നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് വലിയ അക്കത്തിൽ 20 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനൊപ്പം ഇരുവശങ്ങളിലും മനോഹരമായ അലങ്കാരപ്പണികളും കാണാം. അലുമിനിയം മഗ്നീഷ്യം ലോഹക്കൂട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ നാണയത്തിന് ഏകദേശം 2.2 ഗ്രാം മാത്രമാണ് ഭാരം. വളരെ ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമായ ഈ നാണയം ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നീ ടങ്കശാലകളിൽ നിന്നാണ് വിനിമയത്തിനെത്തിയത്. ഇതിൽ 1988 പുറത്തിറങ്ങിയ നാണയത്തിന് ഇപ്പോൾ ഏകദേശം 38 വർഷത്തെ പഴക്കമുണ്ട്. നിലവിൽ ശേഖരണ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 5 രൂപ മുതൽ 25 രൂപ വരെ മൂല്യം ലഭിക്കുന്നു. പഴയ തലമുറയുടെ സാമ്പത്തിക ഇടപാടുകളെ ഓർമ്മിപ്പിക്കുന്ന ചരിത്രപരമായ ഒരു നാണയമാണ് ഇത്. അലുമിനിയം 10 പൈസ നാണയം. ഭാരതത്തിലെ വിനിമയത്തിനായി 1971 മുതൽ 1982 വരെ പുറത്തിറക്കിയ 12 ഇതളുകളുള്ള പൂവിന്റെ ആകൃതിയിലുള്ള സ്കാലോപ്ഡ് എഡ്ജ് മനോഹരമായ നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് വലിയ അക്കത്തിൽ 10 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനു താഴെയായി വർഷവും കാണാം. അലുമിനിയം മഗ്നീഷ്യം ലോഹക്കൂട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ നാണയത്തിന് ഏകദേശം 2.3 ഗ്രാമാണ് ഭാരം. വശങ്ങളിലെ പ്രത്യേക ആകൃതി കൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഈ നാണയം ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നീ ടങ്കശാലകളിൽ നിന്നാണ് വിനിമയത്തിനെത്തിയത്. ഇതിൽ 1971 പുറത്തിറങ്ങിയ നാണയത്തിന് ഇപ്പോൾ ഏകദേശം 55 വർഷത്തെ പഴക്കമുണ്ട്. നിലവിൽ ശേഖരണ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 5 രൂപ മുതൽ 30 രൂപ വരെ മൂല്യം ലഭിക്കുന്നു. ഭാരതത്തിന്റെ നാണയ ചരിത്രത്തിൽ ലളിതമായ രൂപകൽപ്പന കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചരിത്രപരമായ ഒരു നാണയമാണ് ഇത്. അലുമിനിയം 10 പൈസ നാണയം. ഭാരതത്തിലെ വിനിമയത്തിനായി 1983 മുതൽ 1993 വരെ പുറത്തിറക്കിയ 8 ഇതളുകളുള്ള പൂവിന്റെ ആകൃതിയിലുള്ള മനോഹരമായ നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് വലിയ അക്കത്തിൽ 10 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനൊപ്പം പൈസ് എന്നും വർഷവും കാണാം. അലുമിനിയം മഗ്നീഷ്യം ലോഹക്കൂട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ നാണയത്തിന് ഏകദേശം 1.75 ഗ്രാം മാത്രമാണ് ഭാരം. മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളെക്കാൾ ഭാരവും വലുപ്പവും കുറഞ്ഞ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഇത് ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നീ ടങ്കശാലകളിൽ നിന്നാണ് വിനിമയത്തിന് എത്തിയത്. ചിത്രത്തിലുള്ള 1986 നാണയത്തിന് ഇപ്പോൾ ഏകദേശം 40 വർഷത്തെ പഴക്കമുണ്ട്. നിലവിൽ ശേഖരണ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 5 രൂപ മുതൽ 20 രൂപ വരെ മൂല്യം ലഭിക്കുന്നു. 80കളിലും 90കളിലും ജനിച്ചവർക്ക് ഏറെ സുപരിചിതമായ ഈ നാണയം ലളിതമായ രൂപകൽപ്പന കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചരിത്രപരമായ ഒരു നാണയമാണ് ഇത്. അലുമിനിയം 5 പൈസ നാണയം. ഭാരതത്തിലെ വിനിമയത്തിനായി 1967 മുതൽ 1994 വരെ പുറത്തിറക്കിയ 4 വശങ്ങളുള്ള പ്രത്യേക ആകൃതിയിലുള്ള നാണയമാണിത്. ഇതിന്റെ ഒരു വശത്ത് വലിയ അക്കത്തിൽ 5 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിനൊപ്പം പൈസ് എന്നും വർഷവും കാണാം. അലുമിനിയം മഗ്നീഷ്യം ലോഹക്കൂട്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ നാണയത്തിന് ഏകദേശം 1.5 ഗ്രാം മാത്രമാണ് ഭാരം. ഭാരതത്തിൽ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളിൽ ഏറ്റവും ഭാരം കുറഞ്ഞവയിൽ ഒന്നായിരുന്നു ഇത്. ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ് എന്നീ ടങ്കശാലകളിൽ നിന്നാണ് ഇവ വിനിമയത്തിനെത്തിയത്. ചിത്രത്തിലുള്ള 1994 നാണയത്തിനിപ്പോൾ ഏകദേശം 32 വർഷത്തെ പഴക്കമുണ്ട്. നിലവിൽ ശേഖരണ വിപണിയിൽ ഇതിന്റെ അവസ്ഥയനുസരിച്ച് 5 രൂപ മുതൽ 15 രൂപ വരെ മൂല്യം ലഭിക്കുന്നു. ലളിതമായ രൂപകൽപ്പന കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഭാരതത്തിന്റെ ചരിത്രപരമായ ഒരു നാണയമാണ് ഇത്. വലിയ വില ലഭിക്കുമെന്ന വ്യാജവാർത്തകളിൽ വിശ്വസിക്കാതെ നാണയങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ശേഖരം സൂക്ഷിക്കുക. അപ്പോൾ ഭാരതത്തിന്റെ നാണയ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഈ നാണയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ഓരോ ചെറിയ നാണയത്തിന് പിന്നിലും നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു സാമ്പത്തിക ചരിത്രമുണ്ട്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.